ഇനി സ്വന്തം കഥയിലേക്ക് മഹർഷി തിരിയുന്നു. ശ്രീരാമനാമം ചൊല്ലി പാപമുക്തി നേടിയ കഥ. ശ്രീരാമൻ്റെ നാമമാഹാത്മ്യം അവർണ്ണനീയമാണ്. ആ മഹിമയുടെ അനുഗ്രഹത്താലാണ് ജന്മം കൊണ്ടു മാത്രം ബ്രാഹ്മണനും ദുർബുദ്ധികളായ കാട്ടാളരോട് ചേർന്ന് മര്യാദകെട്ട പ്രവൃത്തികൾ ചെയ്ത് ജീവിതം നയിച്ച് ശൂദ്രതരുണിയുമായി ശൂദ്രാചാരമനുസരിച്ച് പുത്രരെയും ജനിപ്പിച്ച് ചോരനായി വില്ലും അമ്പും ധരിച്ച് ജന്തുക്കളെ വേട്ടയാടി ബ്രാഹ്മണരുടെയും മറ്റും കൈകളിൽ നിന്ന് തട്ടിപ്പറിച്ചു കഴിഞ്ഞിരുന്ന താൻ മഹർഷിയായ കഥ. ഒരു ദിവസം സപ്തമുനികൾ വരുന്നതു കണ്ട് അവരിൽ നിന്നും വസ്തുക്കൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. അവർ തന്നെ തടഞ്ഞ് ചോദിച്ചു, എന്തിനാണ് ഭാവം എന്ന്. അപ്പോൾ ഇപ്രകാരം തട്ടിപ്പറിച്ചും മറ്റും കിട്ടുന്നവ കൊണ്ട് ഭാര്യയെയും കുട്ടികളെയും പോറ്റി പോരുന്നു എന്ന് മറുപടി പറഞ്ഞു. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതും അല്ലല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടു കൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേകദാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനെ ഘോരമഹാവനെ ദൃഷ്ട്വാ സസംഭ്രമം എന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നു. തുഷ്ട്യാമുനീവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനുമവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപ്പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു
പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും. ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ.